KSRTC സർക്കാർ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക ബോർഡാണല്ലോ അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാലത്തും KSRTC ലാഭത്തിലാണെന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കാറില്ല. പക്ഷേ നഷ്ടത്തിൻ്റെ പല കണക്കുകളും കേൾക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ധനകാര്യമന്ത്രി വെളിപ്പെടുത്തിയ ഒരു കണക്ക് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു ദിവസം 4 കോടി രൂപ വീതം KSRTCക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മാഷേ ഇങ്ങനെ ഒരു KSRTC എന്ന് പറയുന്ന സംവിധാനം? അത് ന്യായമായ ചോദ്യമാണ്. അത് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇന്നലെ നടത്തിയത്. അതും KSRTCയുടെ വേദിയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഇരുത്തിക്കൊണ്ട്. KSRTC തിരുവനന്തപുരത്ത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു ട്രാൻസ്പോർട്ട് എക്സ്പോ എല്ലാ കൊല്ലം നടത്താറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇക്കൊല്ലം 3 ദിവസം അത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ ഇന്നും നാളെയുമാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് വന്നത്. അധ്യക്ഷൻ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നു. അപ്പോൾ ധനകാര്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഞെട്ടിക്കുന്നൊരു കണക്ക് പറഞ്ഞു. KSRTCയെ എത്ര ത്യാഗം സഹിച്ചാണ് ഒരു ഗവൺമെൻറ് പോറ്റിക്കൊണ്ടു പോകുന്നത്, നമ്മുടെ ഗവൺമെൻറ് പോറ്റുന്നത്. എന്തിനെന്നാൽ പബ്ലിക് സെക്ടറിൽ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം ഇല്ലെങ്കിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയില്ല. അപ്പോൾ സ്വകാര്യ മേഖലയെ ആക്കണമെങ്കിൽ പോലും പൊതുമേഖല വേണം. അതുകൊണ്ട് KSRTCക്ക് വേണ്ടി കേരളം സഹിക്കുന്ന ത്യാഗത്തിൻ്റെ കണക്ക് പലപ്പോഴും ഖജനാവിൽ നിന്ന് വമ്പിച്ച തുക കൊടുത്തിട്ടാണ് ഈ സേവന മേഖല. കാരണം ഇത് സർവീസ് മേഖലയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്, സർവീസ് മേഖല ലാഭത്തിന് വേണ്ടി മാത്രമാകരുത്. ലാഭകരമായാലേ നിലനിന്ന് പോകുള്ളൂ എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ പബ്ലിക് സെക്ടറിലെ ട്രാൻസ്പോർട്ട് മേഖല ലാഭം നോക്കി മാത്രമല്ല. എന്നിട്ട് അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു. കഴിഞ്ഞ 9 കൊല്ലമായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് KN ബാലഗോപാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ 9 കൊല്ലം എന്ന് പറയുന്നത് ഈ ഏറ്റവും ഒടുവിലത്തെ പിണറായി വിജയൻ്റെ ഭരണകാലത്തെ 9 കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ KSRTCക്ക് കേരള ഗവൺമെൻറ് 11,600 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 11,600 കോടി രൂപ. അതിൻ്റെ ദിവസക്കണക്കിനുള്ള ഡിവിഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 കോടി രൂപ KSRTCയെ നടത്തിക്കൊണ്ടു പോകാൻ ഒരു ദിവസത്തിന് 4 കോടി എന്ന കണക്കിന് കേരള ഗവൺമെൻറ് തന്നിരിക്കുന്നു. അതുകൊണ്ട് കേരള ഗവൺമെൻറ് പബ്ലിക് സെക്ടറിനെ സഹായിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. ഒരു ദിവസത്തിന് 4 കോടി വെച്ചാണ് കഴിഞ്ഞ 9 കൊല്ലത്തിന് 11,600 കോടി കൊടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ പബ്ലിക് സെക്ടർ ലാഭകരമാക്കേണ്ടതിൻ്റെ ആവശ്യം ഒക്കെ എല്ലാവരും ഉന്നയിക്കാറുണ്ട്. ലാഭത്തേക്കാളേറെ ജനങ്ങൾക്ക് സേവനം കിട്ടണമെങ്കിൽ ഇത് ഈ പൊതുമേഖലയിൽ നിന്ന് പൊതുമേഖലയെ സഹായിക്കാൻ സർക്കാരിൻ്റെ സഹായം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇത് ശരിവെച്ചുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക ഗണേഷ് കുമാറാണല്ലോ. ഗണേഷ് കുമാർ എപ്പോഴും KSRTCക്ക് വേണ്ടി ഗവൺമെൻറ്റിനെതിരായി വാദിക്കുന്നൊരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അത് പറയും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം എടുത്തത് ഒരു ചെറിയ ഗിമ്മിക്കാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ് മന്ത്രി പറഞ്ഞത്. ഇത്രയും സഹായമൊക്കെ KSRTCക്ക് തരുന്നുണ്ട്. എങ്ങനെയാണ് തരേണ്ടി വരുന്നത്? KSRTC വലിയ നഷ്ടത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ആ നഷ്ടം ഞാൻ കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് ആന്റണി രാജുവിനിട്ട് ഒരു കൊട്ടാണ്. അതെ, ഗണേഷ് കുമാർ ഒരു കണക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റിൽ ഏകദേശം 80 ലക്ഷത്തോളം രൂപയായിരുന്നു. 90 ലക്ഷം. ഇപ്പോൾ വരുമ്പോഴേക്കും അത് 10 ലക്ഷം. അതൊരു കണക്ക് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കണക്ക് ഇതാണ്, വലിയ നഷ്ടത്തിലാണ് KSRTC ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 കൊല്ലം, അതായത് ആലോചിച്ച് നോക്കൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ കാലത്ത് മുഴുവൻ ഉത്തരവാദിത്വം എനിക്കില്ല, ആന്റണി രാജുവിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല. ഞാൻ കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് ചെയ്തൊരു കാര്യം, ഒരു ദിവസം 90 ലക്ഷം രൂപ നഷ്ടത്തിൽ ഓടിയിരുന്ന KSRTCയെ ഞാനിപ്പോൾ അത് 10 ലക്ഷം നഷ്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല കേട്ടോ. അത് എങ്ങനെയാണ് ഞാൻ ചെയ്തത്? ദീർഘദൂര വാഹനങ്ങൾ കുറച്ചിട്ട് ഓടുന്ന ദൂരം കുറച്ചു. എന്ന് വെച്ചാൽ ദൂരം കുറക്കുകയും ആളുകളുടെ എണ്ണം കൂട്ടുകയും എന്ന് വെച്ചാൽ യാത്രക്കാരുടെ എണ്ണം കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്ന ചെറിയ റൂട്ടുകളിലേക്ക് ഈ കൂടുതൽ ബസ്സുകൾ ഓടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലാഭം അല്ലെങ്കിൽ നഷ്ടം കുറച്ചു കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പദ്ധതി അദ്ദേഹം പറഞ്ഞു, ഇനി ഇതാ വലിയ തോതിൽ KSRTC ഇപ്പോൾ നഷ്ടമാണ്. ഇപ്പോഴും നഷ്ടമാണ്. ഒരു ദിവസം 10 ലക്ഷമെങ്കിലും നഷ്ടമാണ്. ഇനി അത് നമ്മൾ വലിയ ലാഭത്തിലേക്ക് പോകാനുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചിരിച്ചിരിക്കും. കാരണം എല്ലാ മന്ത്രിമാരും KSRTCയെ ലാഭത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മം എന്താണെന്നറിയോ? പുതിയ ബസ്സുകൾ വാങ്ങിക്കൂട്ടും. ഇപ്പോൾ KB ഗണേഷ് കുമാർ ഇന്നലെ അവിടെ പ്രഖ്യാപിച്ചത് 150 ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. കുറേ ബസ്സുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇറങ്ങിയിട്ടുണ്ട്. അതായത് 150 ബസ്സുകൾ വാങ്ങുമ്പോൾ ഇനി കേരളത്തിലെ KSRTC ഈ 150 ബസ്സുകളെ കാര്യക്ഷമമായി ഓടിച്ചുകൊണ്ട്
ഈ 10 ലക്ഷം രൂപ ഒരു ദിവസം നഷ്ടത്തിലോടുന്ന KSRTCയെ 50 ലക്ഷം ലാഭത്തിലെങ്കിലും അടുത്ത മാസം മുതൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ ബസ് വാങ്ങുന്നത് എല്ലാ KSRTC എല്ലാ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ചെയ്യുന്നൊരു വേലയാണ്. ആ വേലയുടെ പിന്നിലുള്ള താല്പര്യം, വികസന താല്പര്യം എന്താ നമുക്കറിയാം. അത് കേരളത്തിൻ്റെ വികസനമോ കേരളത്തിലെ ജനങ്ങളുടെ സേവനമോ അല്ല, അത് ഇത് വാങ്ങുന്നവൻ്റെ പോക്കറ്റിലേക്ക് വരുന്ന കമ്മീഷൻ്റെ വികസനമാണ് എന്ന് എല്ലാവർക്കും. വേറെ സാധനം കൂടെ ഉണ്ട് മാഷേ, എല്ലാ കാലത്തും ഈ ഗണേഷ് കുമാർ ഈ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായി കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ബസ്സുകൾ KSRTCക്ക് വാങ്ങും. അപ്പോൾ 12 ബസ് വാങ്ങിയ ഒരു ബസ് ഫ്രീ ആണ്, ഒരു ചേസ് ഫ്രീ ആണ്. അത് അന്ന് മുതലേ കേൾക്കുന്ന ഒരു സാധനം, ഈ ശരണ്യ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗതാഗത സംവിധാനം ഉണ്ടല്ലോ, അത് ഗണേഷ് കുമാറിൻ്റെ ബിനാമിയാണെന്നും ഈ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് പിരിയുന്ന കാലഘട്ടങ്ങളിലെല്ലാം ശരണ്യക്ക് പുതിയ കുറേ വണ്ടികൾ ഇറങ്ങാറുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. അത് മുഴുവൻ ഈ KSRTCയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ബേസിൽ കിട്ടുന്ന ചേസുകളാണ് ശരണ്യക്ക് പുതിയ വണ്ടികൾ ഇറങ്ങുന്നത് എന്നുള്ളതാണ് പൊതുവെ സംസാരം. അങ്ങനെയാണെങ്കിൽ 150 ബസ് വാങ്ങുമ്പോൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 ബസ്സെങ്കിലും അങ്ങനെ പോകുമല്ലോ. അപ്പോൾ എന്താ പറയുക, കേരളത്തിൻ്റെ പൊതുമേഖലയെ വികസിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി കഷ്ടപ്പെട്ടിട്ട് എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗതികേടിന് എന്ത് പരിഹാരം? അല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട്, KSRTC യാത്ര മാത്രമല്ലാതെ കുറേ അവരുടെ കെട്ടിട ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ മാറ്റിയിട്ടില്ലേ ഇവർ വലിയ കൊട്ടിഘോഷിച്ച്. ഇപ്പോൾ തമ്പാനൂർ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ മറ്റേ ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല KSRTC. പക്ഷേ ഇപ്പോഴും അത് കൃത്യമായിട്ട് ബസ് പോലെ തന്നെ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് എല്ലായിടത്തും. ആളുകൾ വരും, അത് പൊതുവെ എല്ലായിടത്തും വരും. ഇപ്പോൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്, അതിനകത്തേക്ക് എന്താ പറയുക, ഒരു ദിവസം ഒരു നേരമെങ്കിലും കുളിക്കുന്ന ഒരാൾക്ക് അതിനകത്ത് ഇറങ്ങാൻ ധൈര്യം കാണിക്കില്ല. അത്രയും വൃത്തികേടാണ്, മുട്ടിൻ്റെ അത്രയും കൂടെ ആ വെള്ളം കയറും ഇവിടെ മഴ. ഇപ്പോഴാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇത്രയും വർഷം നമ്മൾ ചിന്തിച്ച് നോക്കണം, 1-2 വർഷമൊന്നുമല്ല, ഈ കഴിഞ്ഞ ഇത്രയും വർഷം മഴ പെയ്തു കഴിഞ്ഞാൽ ആ KSRTC ബസ് സ്റ്റാൻഡ് ഈ ഓടയിലെ വെള്ളം നിറഞ്ഞിട്ട് എങ്ങനെയുണ്ടാവുമോ, ആ ഓടയിലെ വെള്ളം മുഴുവൻ ഈ KSRTC സ്റ്റാൻഡിലാണ്. എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം അതിനകത്ത് പോയി ജോലി ചെയ്യാൻ. അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല ഇത്രയും കാലം കേസ്. ഒരു ദിവസം ഗണേഷ് കുമാറിൻ്റെ ഒരു സന്ദർശനം പ്രഖ്യാപിച്ചു, അവിടെ ഗണേഷ് കുമാർ വരുന്നത്. ഒരു ദിവസം ഞാൻ അവിടെ KSRTC രാവിലെ വെക്കുമ്പോഴത്തേക്ക് മറ്റൊരു ചെറിയൊരു ലോറിക്ക് കുറേ ഈ പൊട്ടിയ ഇഷ്ടിക കഷ്ണം പോലത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് അത് നിരപ്പാക്കിയിട്ട് അവർക്ക് നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതാണ് പറഞ്ഞത്. പിന്നെ മന്ത്രി വരുന്നുണ്ട്. ദയനീയമാണ്. മിസ്മാനേജ്മെന്റ് തന്നെയാണ് KSRTC തകർക്കുന്നത്. 2 തരത്തിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബസ് കഴുകൂല, വൃത്തിയാക്കുക. അതിനകത്ത് തലേ ദിവസം ആരെങ്കിലും ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ഉണ്ടാവും ബസ്സിനകത്ത്. ഒരു ടിപ്പർ ലോറിക്ക് കയറ്റാനുള്ള മണ്ണുണ്ടാവും അതിനകത്ത്. അവിടെയാണ് ആൾക്കാർ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് വൃത്തിഹീനമായ അന്തരീക്ഷം, മെയിൻ്റനൻസിൻ്റെ കുറവ്, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു, ഇവരുടെ ധനകാര്യ മാനേജ്മെൻറ്റ് ഒട്ടും ശരിയല്ല എന്ന് നേരത്തെ വാർത്ത വരാറുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, KSRTCയുടെ അസറ്റ് മുഴുവൻ ഉള്ളത്, ആ അസറ്റ് വെച്ച് വായ്പ എടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് KSRTC അല്ലത്രേ, KSTDC വേറെ ഒരു കോർപ്പറേഷനാണ്. KSRTCക്ക് ഒരു സബ് കോർപ്പറേഷനാണ്. അവരുണ്ടാക്കി വെക്കുന്ന കടത്തിന് മുഴുവൻ പലിശയിലേക്കാണ് വലിയ തോതിൽ വരുമാനം പോകുന്നത്. ഇപ്പോൾ ഓടുന്ന ബസ് ലാഭത്തിലോടാത്തതുകൊണ്ടല്ല, ഇവരുടെ കടത്തിലേക്ക് കൊടുത്ത് തീർക്കുകയാണ്. മാത്രമല്ല തീർച്ചയായിട്ടും പഴയ പെൻഷനുകൾ ഉണ്ടാവും, ശമ്പളമുണ്ട്, വലിയ തോതിൽ ജീവനക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും മിസ്മാനേജ്മെൻ്റ് ആണ് KSRTCയുടെ ഒരു പ്രശ്നം. സർക്കാർ ഇപ്പോൾ ഒരു ദിവസം 4 കോടി കൊടുത്തിട്ടാണ് ഇത് ഊർജ്ജശ്വാസം വലിക്കാതെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്നാണാവോ ഇതിൻ്റെ ഒരു അവസ്ഥ? നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ വേറൊന്നും വേണ്ട. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഗവൺമെൻറ്റിന് ലാഭം ഉണ്ടാക്കണ്ട, ലാഭകരമാവണ്ട. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞ് പൂട്ടുന്നത് പോലെ KSRTCയിൽ നിന്ന് സർക്കാരിന് ലാഭമൊന്നും ഉണ്ടായില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നഷ്ടം ഉണ്ടാക്കാതെ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അത് നടത്തിക്കൊണ്ടു പോകാനെങ്കിലും കഴിയാതിരുന്നാൽ എത്ര കാലം നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും? എന്തിന് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇങ്ങനെ ഒരു KSRTC എത്ര കാലം കേരളത്തിന് ഇങ്ങനെ തീറ്റിപ്പോറ്റാൻ കഴിയുമോ? 2, ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നൊരു KSRTC ഇനി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സാമ്പത്തിക മാനേജ്മെൻ്റ് ഉള്ള ഗവൺമെൻറ്റുകൾ വന്നാൽ KSRTC നിലനിൽക്കുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. ഇപ്പോൾ പുതിയ 150 ബസ്സുകൾ ഇറക്കുന്നുണ്ടല്ലോ, അത് ഇറക്കുമ്പോഴുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ കോലവും കൂടെ എടുത്തു വെച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ KSRTCയെ മൈൻഡ് ചെയ്യാതെ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരു സോഷ്യൽ ഓഡിറ്റിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം തന്നെയാണ്.